ഔസുബില്ലാഹിമിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. ക്ലാസ് വരുന്നത് നമ്മുടെ വിഷയം കിതാബുൽ അദ്വ ആണ്. അപ്പോൾ നമ്മൾ കിതാബുൽ അദ്വയിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത് അൽ ഖുർആനുൽ കരീം, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ചാണ്. അൽ ഖുർആനു ഹുവ കിതാബുല്ലാഹിൽ മുഖദ്ദസ്, അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്നു. അൽ മുനസ്സലു അല നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ വഹി മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള വഹി മുഖാന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. വഹുവ യുഅ്തബറുൽ കിതാബുൽ അസാസിയു, അത് അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. വൻ നഹ്ജുൽ ഹാദിലിൽ മുസ്ലിമീൻ, അതുപോലെ ഫി ജമീഅ ജവാനിബിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും മുസ്ലിമീങ്ങൾക്ക് വഴികാട്ടിയായി അത് അറിയപ്പെടുന്നുണ്ട്. ബൽ എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, ലിൽ ആലമി കുല്ലിഹിം, എല്ലാ ജനങ്ങൾക്കും, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും. യതളമ്മനുൽ ഖുർആനു തആലീമൻ ദീനിയ, ഖുർആൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തആലീമൻ ദീനിയ, ദീനിയായ വിജ്ഞാനങ്ങളും, വഅഖ്ലാഖി, അതേപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വഖവാനീൻ, അതുപോലെ നിയമങ്ങൾ, തൗജീഹാത്തും ഫിൽ ഇബാദ, അതേപോലെ ആരാധനയുടെ ബന്ധപ്പെട്ട മേഖലകൾ, വഫി സുലൂക്കിൽ ഇജ്തിമായിയ, സാമൂഹ്യ ശൈലികൾ, അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ, വഫി ഖളായൽ കാനൂനി, അതേപോലെ നിയമപരമായ മേഖലകൾ, സിയാസിയ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. യഹ്തവിൽ ഖുർആനു, ഖുർആൻ ഉൾക്കൊള്ളിക്കുന്നു അലാ സൂരിൻ, അതായത് കുറേ ഫസ്ലുകളായിട്ടാണ്, സൂറത്തുകളായിട്ടാണ്. മുത്തഫാവത്ത് തൂലി, അതിൻ്റെ നീളത്തിലേറ്റ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. വക്കുല്ലു സൂറത്തിൻ, എല്ലാ സൂറത്തും തതഅല്ലഫു മിൻ ആയാത്തി മുതഅദ്ദിദ, എണ്ണമറ്റ ആയത്തുകളിൽ നിന്നാണ് ഓരോ സൂറത്തും ഉണ്ടായിത്തീരുന്നത്. തത്റാവജു ബൈനൽ കസീറത്തി വത്തോവീല, ദീർഘം, ചെറുത്, വലുത് എന്നുള്ള ആയത്തുകളുടെ നീളത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തത്തനാവലുൽ ആയാത്തുൽ മബാലിയും മുത്തദിദ, ഏതുപോലെ ആയത്തുകളൊക്കെ എണ്ണമറ്റ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബദ്അമ്മിന തൗഹീദി, അപ്പോൾ തൗഹീദിൽ നിന്ന് ആരംഭിച്ച് വസ്ഫുല്ലാഹി, അള്ളാഹുവിൻ്റെ വിശേഷണം, ഖൽഖുൽ കൗന്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, വസൂലൻ ഇലാ തശ്രീഅത്തി ശർഇയ്യൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ശർഇയായ വിധിവിലക്കുകൾ, തൗജീഹാത്തുൽ ഇർഷാദിയ്യ ലിൽ ഇൻസാൻ, മനുഷ്യന് മാർഗദർശനം നൽകാനുള്ള മേഖലകൾ, കാര്യങ്ങളൊക്കെ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ അൽ ഖുർആനു, ഖുർആൻ ഹുവ കലാമുൽ മുൽഹിം, അത് ഇൽഹാമു മുഖാന്തരമുള്ള കലാമുകളാണ്. ബിമാന എന്ന് പറഞ്ഞാൽ അന്നഹു ലാ യതമത്തഉ ബഅയ്യിൻ മിനൽ അഖ്താഇ, അതിൽ യാതൊരു തെറ്റും വന്നുപെടാൻ സാധ്യതയില്ലാത്തതാണ്. അയത്തനാക്കുലാത്ത്, വൈരുദ്ധ്യാത്മകമായ കലാമുകളൊന്നും ഖുർആനിൽ ഉണ്ടാവുകയില്ല. വഹുവ മഹ്ഫൂലുൻ തിലാവത്തു, അതിനെ പാരായണം ചെയ്യാൻ ബിനഫ്സിൽ വാറ്റി, അതേ ഭാഷയിൽ തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അല്ലത്തി നസല ബിഹ, ഏത് ഭാഷയിലാണോ അത് ഇറക്കപ്പെട്ടത് അതേ ഭാഷയിൽ തന്നെ അതിനെ പാരായണം ചെയ്യണം. അൽ അറബിയ, അതായത് അറബി ഭാഷ. യുഅ്തബറുൽ ഖുർആനുൽ കിതാബുൽ മർജിഇ ലിൽ മുസ്ലിമീൻ ഫി ജമീഇ ഉമൂരി ദീനിയ, അതുപോലെ ഖുർആൻ എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് എല്ലാ ദീനിയായ കാര്യങ്ങളിലും ഒരു മർജിയാണ്, ഒരു അഭയസ്ഥാനമാണ്, ഒരു റെഫറൻസ് ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. വൽ ഇബാദത്ത്, ദീനിയ മാത്രമല്ല ഇബാദത്തിലും, ശറഈയായ വിധി നിയമപരമായ കാര്യങ്ങളിലും, വയഷ്കുലു മസ്ദറുൽ ഇൽഹാമിൻ, വയുഷക്കലു മസ്ദറു ഇൽഹാമിൻ വ തൗജീഹിൻ ലിൽ മുസ്ലിമീന ഫി ഹയാത്തിഹിമുൽ യൗമിയ, അതുപോലെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ, മുസ്ലിമീങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് മാർഗദർശിയായിക്കൊണ്ട് ആ ഖുർആൻ എന്താകുന്നു, രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫി മവാഖിഫിഹിം അൽ മുഖ്തലിഫ, അവരുടെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ. വൽ ഖുർആനു അൽ ഖുർആനു ഹുവ റിസാലത്തുല്ലാഹി ഇലൽ ഇൻസാൻ, ഇനി അടുത്തതായി പറയുന്നത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. ഇലൽ ഇൻസാനിൽ കാഫ, മുഴുവൻ മുസ്ലിം ജനങ്ങളിലേക്കും. വഖദ് തതാവാത്തറ നുസൂസു, കുറേയധികം നസ്സുകൾ അതിൽ വന്നിട്ടുണ്ട്. ദാലത്തുൻ അലാ ദാലിക ഫിൽ കിതാബി വസുന്ന, ഹദീസുകളിലും അതുപോലെ ഖുർആനുകളിലും കുറേ നസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് മുഴുവൻ ജനങ്ങളിലേക്കും ഇറക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കുൽ യാ യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ, നബി അങ്ങ് പറയുക
ഓ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹിയിലേക്കും ജമിയ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും അയക്കപ്പെട്ട ദൂതനാകുന്നു. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തബാറക്കല്ലദീ, ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നസ്സലൽ ഫുർഖാന, ഈ വേദഗ്രന്ഥങ്ങളെ അവൻ ഇറക്കി, അലാ അബ്ദിഹി, അവൻ്റെ അടിമയുടെ മേൽ, ലിയകൂന ലിൽ ആലമീന നസീറ, ലോക ജനതയ്ക്ക് മുഴുവൻ മുന്നറിയിപ്പുകാരനാകാൻ വേണ്ടി, താക്കീതുകാരനാവാൻ വേണ്ടി എന്താക്കി വേദഗ്രന്ഥത്തെ ഇറക്കിയെന്ന് പറയുന്നുണ്ട്. വക്കാന കുല്ലു നബിയും യുബസു ഇലാ ഖൗമി യാസ, ഓരോ നബിമാരും ഓരോ ജനതയിലേക്ക് പ്രത്യേകമാക്കി ഇറക്കപ്പെട്ട നബിമാരായിരുന്നു. എന്നാൽ ബോയിസത്ത് ഇലന്നാസി കാഫ, ബോയിസ്തു, എന്നെ നിയോഗിക്കപ്പെട്ടത്, നബി പറയുന്നത് എന്താണ്, എന്നെ നിയോഗിക്കപ്പെട്ടതിൽ എന്നാസി കാഫ, മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. വലയാത്തി ബദഹു റിസാലത്തുൻ ഉഖ്റ, അതിനുശേഷം ഈ നബിക്ക് ശേഷം എന്താക്കപ്പെട്ടിട്ടില്ല, മറ്റൊരു നബിയും എന്താവില്ല, ദൂതനെയും അയക്കപ്പെട്ടിട്ടില്ല. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ എന്ന് കാണാം. എന്താണ്, മാ കാന മുഹമ്മദുൻ, മുഹമ്മദല്ല, അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ നിന്നും ഒരാളുടെയും പിതാവല്ല, വലാകിൻ റസൂലുള്ളാഹ്, ആരാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്നു. വഖാതമുൻ നബിയ്യീന, നബിമാരിൽ വെച്ച് അവസാനത്തെ അന്ത്യപ്രവാചകനുമാകുന്നു. വതഹദ്ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അറബ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അറബികളെല്ലാം വെല്ലുവിളിച്ചതായി കാണാൻ കഴിയും. വഖദ് നസല ബിൽ ലിസാനി, മേധവസ്ഥയിൽ ഖുർആൻ ഇറങ്ങിയത് പോലും അറബി ഭാഷയിലാണ്. വഹും അർബാബുൽ ഫസാഹ വൽ ബയാൻ, അതുപോലെ ഈ ഖുറൈശികളാകുന്ന ആളുകൾ എന്താണ്, ഭയങ്കര സാഹിത്യവും ബയാനും ഫസാഹത്തും ബയാനും ഒക്കെ അറിയുന്ന ആളുകളുമാണ്. ഫാജസു അൻ യഅ്തൂ മിസ്ലി, എന്നിട്ട് പോലും അവർ അതുപോലത്തെ ഖുർആൻ പോലത്തെ ഒരായത്തോ അല്ലെങ്കിൽ അശരി സൂറിൻ മിസ്ലി, അതുപോലത്തെ ഒരു 10 സൂറത്തുകളോ അല്ലെങ്കിൽ ഔ ബി സൂറത്തിൻ മിൻ മിസ്ലി, അതുപോലത്തെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി നബി വെല്ലുവിളിച്ചിട്ടുണ്ട്. ഫസബത്ത ലഹുൽ ഏജാസു, അങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ അവർക്കതിന് സാധിക്കാതെ വന്നപ്പോൾ എന്തു മനസ്സിലായി, ഇതൊരു അമാനുഷികമായ ഗ്രന്ഥമാണ്, അവർക്ക് അശക്തമായി നിൽക്കേണ്ടി വന്നു, അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. അബി ഏജാസിഹി സബത്ത റിസാലത്തു, അങ്ങനെ അവർക്കത് സാധിക്കാതെ വന്നപ്പോൾ അതുകൊണ്ട് തെളിയിക്കപ്പെട്ടതെന്താണ്, സബത്ത റിസാലത്തു, നബി ഒരു ദൂതനാണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ളത് അതുകൊണ്ട് സ്ഥിരപ്പെടുകയും ചെയ്തു. വൽ ഖുർആനു ബി തിൽക്കൽ ഖസായിസി, ഖുർആൻ ഈ പ്രത്യേകതകളുള്ള എല്ലാം കൊണ്ട് യുആലിജുൽ മുഷ്കിലാത്തുൽ ഇൻസാനിയ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെയൊക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫിഷത്ത മറാഫിക്കലായാത്ത്, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ, റൂഹിയ ആത്മീയമായത്, വല്ലക്കലീയ ബുദ്ധിപരമായത്, വൽബദനീയ ശാരീരികമായത്, വല്ലിജ്തിമായ സാമൂഹികമായ കാര്യങ്ങൾ, അതുപോലെ ഇക്തിസാദിയ സിയാസിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ, ഇലാജൻ ഹക്കീമൻ യുക്തിപൂർവമായ ചികിത്സകൾ, ലന്നഹു തൻസീലുൽ ഹക്കീമിൽ ഹമീദ്, കാരണം അത് സ്തുത്യർഹാനായ അള്ളാഹിൽ നിന്ന് ഇറക്കപ്പെട്ടതാണല്ലോ. വൈ അള്ളാഹു ലി കുല്ലി മുഷ്കിലത്തിൻ ബിൽ ഇസ്മിയ ഷാഫി ഫി അസസിൻ ആമ, ഒരു അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമായി കാണപ്പെടുന്നുണ്ട്. തുറസുമുൽ ഇൻസാനു ഖത്താ, ഓരോ മനുഷ്യൻ്റെ ഓരോ മുന്നോട്ടുള്ള പടികളും അത് ചിത്രീകരിച്ച് വെക്കുന്നുണ്ട്. വതുബന്ന അലൈഹ ഫി കുല്ലി അസ്രിമായുല ഇമുഹ, ഓരോ കാലഘട്ടത്തിനും യോജിച്ച കാര്യങ്ങൾ അതിൽ നിന്നെടുക്കാൻ കഴിയും. ഭക്തസബദ് ബിദാലിക സിലാഹിയത്തുഹു ലി കുല്ലി സമാനിൻ വ മക്കാനിൻ, അതുകൊണ്ട് തന്നെ ഇതെല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും യോജിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓഹ ദീനുൽ ഖുലൂദ്, അതൊരു ശാശ്വതമായ ദീനിൻ്റെ അടിത്തറയാണ് ഇത് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഇനി ഖുർആനിൻ്റെ താരീഫുകൾ, നിർവചനങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. താരീഫുൽ ഖുർആൻ, ഖുർആനിൻ്റെ താരീഫ്, ഖറഅ എന്നുള്ള പദം തഅതി ബിമാനൽ ജംഇ വല്ലം, അതുപോലെ ജമ്മിൻ്റെ മാനക്കാണ് വരുന്നത്, വല്ലം ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തിനാണ് ഖറഅ എന്നുള്ളത് വന്നത്. വൽ ഖിറാഅത്തു, ഖിറാഅത്ത് എന്നുള്ള പദം ലമ്മുൽ ഹുറൂഫി വൽ കലിമാത്തു ബാലുഹാ ഇലാ ബാലിൻ ഫി തർത്തീലി, ഒരു പ്രത്യേക ഓർഡറിൽ കലിമത്തുകളെയും ഹർഫുകളെയും ഒക്കെ കൂട്ടിയിണക്കുന്നതിനാണ് ഖിറാഅത്ത് എന്ന് പറയുക. വൽ ഖുർആൻ, അപ്പോൾ ഖുർആൻ എന്നുള്ളത് ഫിൽ അസ്ലിൽ കൽ ഖിറാഅത്തി, ഖിറാഅത്ത് പോലെയാണ്, ഖിറാഅത്ത് എന്ന പദം പോലെയാണ്. മസ്ദറുൻ, അതൊരു മസ്ദറായ പദമാണ്. ഖറഅ, ഖിറാഅത്ത് വ ഖുർആൻ, ഈ 3 പദങ്ങളും എന്താണ്,
മസ്ദർ ആണല്ലോ ഖിറാഅത്ത് ഖുർആൻ എന്നുള്ളത് മസ്ദറാണ്. കാല താല, അപ്പോൾ അള്ളാഹു താല പറഞ്ഞതായിട്ട് കാണാം, ഇന്ന അലൈന ജംഅഹു വ ഖുർആന, നിശ്ചയമായും നമ്മുടെ മേൽ ബാധ്യതയാണ് അതിന് ഒരുമിച്ച് കൂട്ടലും, വ ഖുർആന വൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന, അതായത് നിങ്ങളതിനെ പാരായണം ചെയ്യുന്ന പക്ഷം നിങ്ങൾ അതിനെ പിൻപറ്റുക എന്ന്. അപ്പോൾ ഖിറാഅത്തോ എന്ന് വെച്ചാൽ അതിൻ്റെ പാരായണത്തെ നിങ്ങൾ എന്താക്കുക, പിന്തുടരുക. വഹുവ മസ്ദറുൻ അലാ വസ്നി ഫൗലാന, അപ്പോൾ ഈ ഫൗലാന ഖുർആൻ എന്നുള്ളത് മസ്ദറാണ്. അലാ വസ്നി ഫൗലാൻ വസ്നിൽ വന്ന ഖുർആന എന്നുള്ളത് മസ്ദറായിട്ട് പരിഗണിക്കും. ബില്ലമ്മി, ലമ്മു കൊണ്ട് വായിക്കണം. കല്ലുഫ്രാന ശുക്രാനി എന്നുള്ള പദങ്ങൾ പോലെ. അപ്പോൾ തെക്കൂലു, നീ പറയും, ഖറഅതുഹു ഖുർആൻ വ ഖിറാഅത്തൻ വ ഖുർആനൻ, 3 മസ്ദറുകളാണ്. ബിമാന വാഹിദിന്, ഒരേ അർത്ഥത്തിന് വരുന്ന മസ്ദറുകളാണ്. അതായത് സുമ്യൽ മക്രുവ, ഓതപ്പെടുന്ന ഒരു വസ്തുവിന്, ഖുർആൻ എന്നുള്ളത് ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്, അതിന് ഖുർആൻ എന്ന് പേര് വെക്കപ്പെടാൻ കാരണം തസ്മിയത്തുൻ ലിൽ മഫ്ഊലി, മഫ്ഊലിനെ നാമകരണം ചെയ്യലാണ്. എന്തുകൊണ്ട്? ബിൽ മസ്ദരി, മസ്ദർ കൊണ്ട്. അപ്പോൾ ഒരു മസ്ദർ കൊണ്ട് ഓതപ്പെടുന്ന ഒരു മഫ്ഊലായ സംഗതിക്ക് മസ്ദർ കൊണ്ട് നാമകരണം ചെയ്തത് കൊണ്ടാണ് ഖുർആൻ എന്നുള്ളതിന് അങ്ങനെ പേര് വരാൻ കാരണമെന്ന്. വദുക്ര ബാദുൽ ഉലമായി, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അന്ന തസ്മിയത്ത് ഹാദൽ കിതാബി, ഈ ഗ്രന്ഥത്തിന് പേര് വെക്കൽ ഖുർആൻ എന്നുള്ളത് മിംബൈനൽ കുത്തുബി, മറ്റുള്ള കുറേ കുത്തുബില്ലാഹി, അള്ളാഹുവിൻ്റെ മറ്റു കുറേ ഗ്രന്ഥങ്ങളുണ്ട്, എന്നിട്ട് ഇതിന് ഖുർആൻ എന്ന് പേര് വെക്കാൻ കാരണം ലി കൗനിഹി ജാമിയൻ ലി സമറത്തി കുത്തുബി, അള്ളാഹുവിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഖുർആനിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആന് ആ പേര് നൽകപ്പെടാൻ കാരണം. ബൽ എന്ന് മാത്രമല്ല, ലി ജംഇഹി സമറത്ത ജമീഉൽ ഉലൂം, മുഴുവൻ വിജ്ഞാന ശാഖകളും ഖുർആനിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ് എന്ന്. കമാശാറ താല, അള്ളാഹു താല അതിന് സൂചന നൽകിയതുപോലെ, ദാലിക ബി ഖൗലിഹി വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും അതൊരു വിശദീകരണമായിക്കൊണ്ടാണ് നാം ഖുർആൻ ഇറക്കിയത്, എല്ലാത്തിനും വിശദീകരണമായിക്കൊണ്ട് ഖുർആൻ ഇറക്കിയെന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വഖൗലിഹി, അള്ളാഹുവിൻ്റെ മറ്റൊരു വാക്ക് പോലെ, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, ഖുർആനിൽ നാം ഒന്നിനെ തൊട്ടും വീഴ്ച വരുത്തിയിട്ടില്ല, എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നർത്ഥം. വയദ്കുറുൽ ഉലമാവ്, ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തരീഫൻ ലഹു, ഖുർആൻ കുറേ മറ്റു പല നിർവചനങ്ങളും പറയുന്നുണ്ട്. യഖ്റബു മഅനാഹു വയമയ്യിസുഹു അൻ നൈരിഹി, അത് മറ്റുള്ളതിനെ തൊട്ട് വേർതിരിക്കാനും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള മറ്റു നിർവചനങ്ങളും കുറേ അധികം പറയുന്നുണ്ട്. ഫയരിഫൂനഹു, അപ്പോൾ അവർ അതിനെ നിർവചിക്കുന്നു, ബിഅന്നഹു കലാമുല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാമാകുന്ന, അൽ മുനസ്സലു അലാ മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. അൽ മുതഅബ്ബിദു ബിതിലാവതി, അതിനെ പാരായണം ചെയ്യൽ തന്നെ ഒരു ആരാധനയാണ്, ഒരു സൽക്കർമ്മമാണ്. ഫൽ കലാമു, അപ്പോൾ കലാം എന്നുള്ളത് ജിൻസും ഫി താരീഫി, അതെന്താണ്, താരീഫിൽ പെട്ട ഒരു ജിൻസാണ്, ഒരു ഇനമാകുന്നു. യഷ്മുലു കലാമുൽ കുല്ലു കലാമിൻ, ഈ കലാമ് എന്ന് പറയുമ്പോൾ എല്ലാ കലാമും എന്താവും, ഉൾക്കൊള്ളിക്കും. വൈലാഫത്തു ഇലല്ലാഹി, എന്നാൽ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ കലാമുകളും എന്തായി പുറത്തുപോയി. ഇപ്പം സംസാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുമ്പോൾ അതിൽ ആര് പറഞ്ഞ വാക്കുകളായാലും അതിൽ ഉൾക്കൊണ്ടു. എന്നാൽ അള്ളാഹുവിൻ്റെ വാക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം അത് ചുരുങ്ങി. യഖ്റുജു കലാമു ഐരിഹി മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായിക, എന്നാൽ മറ്റുള്ള മനുഷ്യന്മാരുടെ സംസാരം, ജിന്ന്, മലക്കുകൾ, ഇവയെല്ലാം അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുമ്പോൾ അത് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഖുർആനിന് കുറേ നാമങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അസ്മാഉ ഔസാഫു, കുറേ വിശേഷണങ്ങളും കുറേ നാമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. വഖദ് സമ്മാഉല്ലാഹു ബി അസ്മാഇൻ കസീറ, ധാരാളം നാമങ്ങൾ അള്ളാഹു ഖുർആനിന് വെച്ചു. മിൻഹാദിൽപ്പെട്ടതാണ് അൽ ഖുർആൻ എന്നുള്ളത്. ഇന്നഹ, അത് അൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, എല്ലാറ്റിനും മാർഗദർശിയായിട്ടാണ് ഖുർആൻ ഇറക്കിയത് എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വൽ കിതാബ് എന്നുള്ള പദം ചില ഖുർആനിലെ ആയത്തുകളിലൊക്കെ കിതാബ് എന്ന്, അൽ കിതാബ് എന്നുള്ളതാണ് ഉപയോഗിച്ചതായി കാണപ്പെടുക. ലഖദ് അൻസൽനാ ഇലൈക്കും, നാം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു, കിതാബൻ, ഒരു ഗ്രന്ഥത്തെ, ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കിതാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. അപ്പോൾ അതുപോലെ മറ്റായത്തുകളിൽ ഫുർഖാൻ എന്ന് ഉപയോഗിച്ചതായി കാണാം. ഇതുപോലെ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന, നാം വേദഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നു, അലാബ്ദിഹി, എൻ്റെ അടിമയുടെ മേൽ, ലിയകൂന ലാലമീന നസീറ, അത് ലോകജനതയ്ക്ക് അത് ഒരു മുന്നറിയിപ്പാവാൻ വേണ്ടി,
ദിക്ർ, അതുപോലെ ദിക്ർ എന്നുള്ള പദം ഖുർആനിനായിട്ട് ഉപയോഗിച്ചത് കാണാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര, നാം ദിക്റിനെ ഇറക്കി, വഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നവനുമാണ്. അപ്പോൾ ഖുർആനെ നാം സംരക്ഷിക്കുന്നവനാണ്. അപ്പോൾ ദിക്ർ എന്നുള്ള പദം ഖുർആനിനായി ഉപയോഗിച്ചു. അതുപോലെ തൻസീൽ എന്നുള്ള പദം ഇറക്കപ്പെട്ടത് വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നും ഈ ഇറക്കപ്പെട്ട ഒന്നാകുന്നു. ഫിൽ ഖുർആൻ, ധാരാളമായിട്ട് ഇത്തരം പദങ്ങൾ ഖുർആനിൽ കാണാം, ഖുർആനിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട മറ്റു പദങ്ങളായിട്ട്. മിൻ അസ്മാഇൽ ഖുർആൻ അൽ കിതാബ്, എന്നാൽ കൂടുതലായും ഉപയോഗിക്കപ്പെടുന്നത് ഏതാണ്? ഖുർആൻ, അൽ കിതാബ് എന്നുള്ള പദങ്ങളൊക്കെയാണ്. വസ്ഫുല്ലാഹിൽ ഖുർആൻ ബി ഔസാഫിൻ കസീറത്തിൻ കദാലിക, ഇതുപോലെ നമ്മൾ കുറേ ഇസ്മുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഖുർആനിനെ കുറേ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നൂറ് എന്നുള്ള പദം. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് കുറേ തെളിവുകൾ വന്നു. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബയ്യിന, നാം നിങ്ങളിലേക്ക് വ്യക്തമായൊരു പ്രകാശത്തെ ഇറക്കിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ്. അതേപോലെ ഹുദ, ഷിഫാ, റഹ്മത്ത്, മൗഇലത്ത്, ഇതൊക്കെ ഖുർആന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വിശേഷണങ്ങളാണ്. യാ യുഹന്നാസ് ഖദ് ജാഅക്കും മൗഇലത്തുൻ, നിങ്ങൾക്ക് ഉപദേശം വന്നു. മിൻ റബ്ബിക്കും വശിഫാവും വന്നു. ലിമാ ഫിസ് സുദൂർ വഹുദം വറഹ്മത്തൻ ലിൽ ആലമീൻ, റഹ്മത്തായിക്കൊണ്ടും സന്മാർഗമായിക്കൊണ്ടും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെ നാം ഇറക്കിയെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഖുർആന്റെ വിശേഷണങ്ങളായിക്കൊണ്ട്. അതുപോലെ മുബാറക്ക്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കൻ, നിങ്ങൾക്കൊരു ആശീർവാദമായിക്കൊണ്ട്. മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, നിങ്ങൾക്ക് അതിനും ഖുർആന് മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളെയും മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം വാസ്തവമാക്കുന്നതായ രീതിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. മുബയ്യിനായിക്കൊണ്ട്, ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ, മുബീനായിക്കൊണ്ട് നിങ്ങൾക്ക് ഇറക്കി എന്ന് പറയുന്നില്ല. അതേപോലെ ബുഷ്റ, സന്തോഷ വാർത്ത ആയിക്കൊണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വ ബുഷ്റാ ലിൽ മുഅ്മിനീൻ, സന്മാർഗവും സന്തോഷ വാർത്തയും മുഅ്മിനീങ്ങൾക്ക് നൽകുന്നതായിക്കൊണ്ട് ഖുർആൻ ഇറങ്ങി. അസീസ്, അതേപോലെ അസീസ് ആയിക്കൊണ്ട്. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്, അത് അസീസായ ഒരു പ്രതാപമുള്ള ഗ്രന്ഥമാണ് എന്ന് ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ മജീദ് ആയിക്കൊണ്ട്, ബൽ ഹുവ ഖുർആനുൻ മജീദ്. അതുപോലെ ബഷീർ, നദീർ, നേരത്തെ പറഞ്ഞ കിതാബുൻ ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആനുൻ അറബിയൻ, അറബി ഭാഷയിൽ ഇറങ്ങി. ലിഖൗമി യഅലമൂൻ, അറിയുന്നവരായ ജനതയ്ക്ക്. ബഷീറൻ വ നദീറ, സന്തോഷ വാർത്ത ആയിക്കൊണ്ടും താക്കീതുകാരനായിക്കൊണ്ടും അതിനിറക്കപ്പെട്ടു എന്ന്. കുല്ലു തസ്മിയത്തിൻ്റെ വസ്ഫിൻ, എല്ലാ വിശേഷണങ്ങളും വസ്ഫുകളും എല്ലാം വബിഅതിബാരിമാന മിമ്മ ആനിൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ ഒരു ആശയപരമായ അർത്ഥത്തിനാണ് ഈ പറയപ്പെട്ട വേർഡുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ. പിന്നെ നമുക്ക് പറയാനുള്ളത് സൂറത്ത് മക്കിയ സൂറത്ത് മദനിയ. മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തും, മദീനയിൽ ഇറങ്ങിയതും മക്കയിൽ ഇറങ്ങിയയും സൂറത്തുകളെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിലുള്ള സൂറത്തുകൾ മക്കയിൽ ഇറങ്ങിയത് ഏതാണ്, മദീനയിൽ ഇറങ്ങിയത് ഏതാണ്, എങ്ങനെയാണ് വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദുസ്നഫോ സ്വറു ഇലാ സൂറത്തിൽ മക്കിയ സൂറത്തിൽ മദനിയ ഇസ്തിനാദൻ ഇലാ മൗലിഹ, അതിൻ്റെ സ്ഥലം നോക്കിയിട്ട്, വസമനി നുസൂലിഹ, അതിറങ്ങിയ കാലം നോക്കിയിട്ടുമാണ് അത് മക്കയിലാണോ മദീനയിലാണോ ഇറങ്ങിയത് എന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയുക. അപ്പോൾ സൂറു മക്കിയ, മക്കയിലിറങ്ങിയ സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറു മക്കിയ, മക്കയിലിറങ്ങിയത് ഹിയമാ നസലത്ത് അലൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മക്ക, നബി മക്കയിലായിരിക്കുമ്പോൾ ഇറങ്ങിയ സൂറത്തുകൾക്കൊക്കെ മക്കി എന്ന് പറയാം. എപ്പോൾ? ഖബലൽ ഹിജ്റത്തി, ഹിജ്റ പോകുന്നതിന് മുമ്പ് നബി മക്കയിലായിരിക്കുമ്പോൾ ഇറങ്ങിയ സൂറത്തുകൾക്കൊക്കെ മക്കി എന്ന് പറയാം. വ തറക്കസ അലൽ ഖലായ ലീമാനിയ വൽ അഖായിദിയ, ഈ കാലഘട്ടത്തെ എന്ന് വെച്ചാൽ ഹിജ്റ പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാം ഇതിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് വിശ്വാസപരമായ അല്ല അക്കീദാപരമായ അതേപോലെ ഈമാനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതിൻ്റെ മേലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വിഷയങ്ങളൊക്കെ ആ സമയത്ത് ഇറങ്ങിയ ആയത്തുകളൊക്കെ കാണപ്പെട്ടിരുന്നത്. മിസ്ല തൗഹീദ്, അപ്പോൾ ഇതുപോലെ തൗഹീദ്, അതേപോലെ ആഹിറത്തിനെ സംബന്ധിച്ച്, അത് ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഇറങ്ങിയ ആയത്തുകളിലും സൂറത്തുകളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ദൂനത്തറുക്കി ലി തഫാസിലിൽ കാനൂനിയാവിൽ ഇജ്തിമായ, ഇതുപോലെ അത് എവിടേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല. സാമൂഹികപരമായ കാര്യങ്ങൾ, അതേപോലെ
നിയമങ്ങളുടെ വിശദീകരണമായ മേഖലയിലേക്കൊന്നും ആ സമയത്ത് ഖുർആനിൽ ആയത്തുകളിലുള്ള വിശദീകരണങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടായിരുന്നില്ല. അത് ദുഹ 86 സൂറ, ഏകദേശം 86 സൂറത്തുകളാണ് മക്കയിൽ ഇറങ്ങിയത്. ഇനി സൂറത്തുൽ മദനിയ, മദീനയിൽ ഇറങ്ങിയ സൂറത്തുകൾ. സൂറത്തുൽ മദനിയ, മദീനയിൽ ഇറങ്ങിയ സൂറത്തുകൾ. ഹിയല്ലത്തി നസലത്ത് അല നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഹിജ്റത്തിൽ മദീന. നബി മദീനയിലേക്ക് പോയതിന് ശേഷം, പലായനം ചെയ്തതിന് ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ് മദനിയ എന്നുള്ളത്. തർക്കസു അല ഖലായൽ കാനൂനിയായ, അതായത് നിയമപരമായ വിഷയങ്ങൾ അത് കേന്ദ്രീകരിക്കുന്നുണ്ട്. വല്ലിജ്തിമായ, സാമൂഹ്യപരമായത്, രാഷ്ട്രീയപരമായത്. തത്തനാവലു അഹ്കാമൻ തത്തഅല്ലഖു ബിസ്സിവാജ്, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കുറേ ഹുക്കുമുകളൊക്കെ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഏതുപോലെ ത്വലാഖ്, ജിഹാദ്, ഖലായൽ ഇഖ്തിസാദി, അതേപോലെ സാമൂഹികമായ കുറേ കാര്യങ്ങളൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ അഹ്കാമുൽ ഹർബി വസ്സുൽമ്, സന്ധിയുടെയും യുദ്ധത്തിൻ്റെയും ഹുക്കുമുകളൊക്കെ മദീനയിലുള്ളപ്പോൾ ഇറങ്ങിയ ആയത്തുകളിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തൻദീമുൽ ഹയാത്തിൽ ഇജ്തിമായി, അതുപോലെ സാമൂഹിക ജീവിതത്തിൻ്റെ ഒക്കെ ഒരു ചിട്ടകൾ. തശ്രീഅത്തുൽ അഖ്ലാഖിയ, അതുപോലെ സ്വഭാവ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ. മുആമലാത്ത് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇനി അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അറിയിക്കുക. സംശയങ്ങളുണ്ടെങ്കിലൊക്കെ മെസ്സേജ് വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ.